ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ കണ്ടുള്ളത് എൻ്റെ 1/43 സ്കെയിലുള്ള കുറച്ച് മോഡൽസുമായിട്ടാണ്. സോ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടായിരുന്നു 1/24 സ്കെയിൽ വരുന്ന എൻ്റെ കുറച്ച് മോഡൽസിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നു. സോ ഇന്ന് എൻ്റെ ഇരിക്കുന്നത് 1/43 സ്കെയിൽ വരുന്ന മോഡൽസാണ്. ഫസ്റ്റ് എൻ്റെ ഇരിക്കുന്നത് ഈ ഒരു ബീറ്റിലാണ്. ഇതാണ് ഞാൻ ആദ്യമായിട്ട് മേടിച്ച മോഡൽ എന്ന് പറയുന്നത്. 1/43 സ്കെയിലിൽ ആദ്യമായിട്ട് മേടിച്ച മോഡൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡോർസും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യും. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇൻറ്റീരിയലാണ്. എല്ലാം മെറ്റലിൽ വരുന്ന മോഡലാണ്. ഇതൊക്കെ പ്രൈസ് വരുന്നത് ഒരു 170 ആണ് കേട്ടോ. അപ്പോൾ 170ക്കുള്ള മോഡലാണ് ഈ ഇരിക്കുന്നത് മിക്കതും. സോ ഇത് വരുന്നത് നെക്സ്റ്റ് ഇതേത് മോഡലാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ കുറേ പേര് കമൻറ്റ് ഇട്ടായിരുന്നു ലാൻഡ് ക്രൂസറാണ് അല്ലെങ്കിൽ പ്രാഡയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഏതാണെന്ന് എനിക്ക് ഇപ്പോഴും കൃത്യമായിട്ട് അറിയില്ല. സോ ഇതിൻ്റെ അത്യാവശ്യം ഇൻറ്റീരിയറൊക്കെ ഉള്ള ഈ 170ക്കുള്ള എല്ലാ വകുപ്പും ഇതിൻ്റെ അകത്തുണ്ട്. അത്രയും ഡീറ്റെയിലൊക്കെ ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള മെറ്റലിലുമാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് ഈ ബെൻസിൻ്റെ ഈ ക്ലാസിക്കാണ്. ഇത് SL ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല കറക്റ്റായിട്ട്. ഇതിൻ്റെ നമുക്ക് ഡിക്കി ഓപ്പൺ ചെയ്യാം. അതുപോലെ ബട്ടർഫ്ലൈ ടോർസൊക്കെയാണ് വരുന്നത്. ഇതിൻ്റെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളൊരു മോഡലാണ് ഈ ഒരു വരുന്നതും. അപ്പോൾ ഇതിനൊക്കെ പല സ്ഥലത്തും പല പ്രൈസാണ് കേട്ടോ. ഞാനിതെല്ലാം 170ക്കാണ് മേടിച്ചത്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വരുന്നത് BMW X6 എന്ന് പറയുന്ന മോഡലാണ്. ഇത് X6 ആണ് X5 ആണെന്ന് അറിയത്തില്ല. ഞാൻ സെർച്ച് ചെയ്തപ്പോൾ X6 ആണ് എനിക്ക് കിട്ടിയത്. ഇതും 170യുടെ ഒരു മോഡൽ. ഇതിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഗ്രേ ഷെല്ലൊക്കെ വരുന്ന കിഡ്നി ഗ്രില്ലൊക്കെ നല്ല ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നെക്സ്റ്റ് മോഡൽ എന്ന് പറയുന്നത്. അടുത്ത വരുന്നത് G-Wagon. G-Wagon അറിയിക്കാനാണെന്ന് തോന്നുന്നു. ഫ്രണ്ടിലോട്ട് G കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് മറ്റുള്ള മോഡലിനെക്കാട്ടിലും നന്നായിട്ട് നല്ല ബിൽഡ് ക്വാളിറ്റിയൊക്കെ കൊടുത്തിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ. ഇതിൻ്റെ നമുക്ക് ഡോറൊക്കെ ഓപ്പൺ ചെയ്യാം. ഇൻറ്റീരിയറിൻ്റെ ഭാഗത്തൊക്കെ അത്യാവശ്യം മറ്റേതിനുള്ളതിനേക്കാളും അത്യാവശ്യം നല്ല ഡീറ്റെയിലൊക്കെ ചെയ്തിട്ടുള്ളൊരു മോഡലാണിത്. കണ്ടോ, ഇതിൻ്റെ അലോവിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ലതായിട്ട് അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് പോർഷയുടെ ക്ലാസിക് സാധനം 911 ക്ലാസിക് ഐറ്റമാണ് വരുന്നത്. റെഡ് സീറ്റൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ഡോറൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതിന് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയൊക്കെ ഉണ്ട്. ഈ ഹുഡ് ഇതെങ്ങനെ ഇരിക്കത്തില്ല കേട്ടോ. ചിലപ്പോൾ ഇനി പോരും, ചിലപ്പോൾ അവിടെ സ്റ്റക്കായിരിക്കും. ഇതാണ് പോർഷയുടെ ഒരു മോഡൽ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ പത്മിനി എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടിയില്ലെങ്കിലും നമുക്ക് ആ പുലിവാൽ കല്യാണം സിനിമ കണ്ടവർക്ക് എല്ലാവർക്കും ഈ ഒരു വണ്ടി നല്ല ഓർമ്മ കാണും. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് മോഡൽ എന്ന് പറയുന്നത്. ഇത് സെൻറ്റിയുടെ ബ്രാൻഡാണ് കേട്ടോ. അപ്പോൾ ഇത് മെറ്റലൊന്നും അല്ല വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് 170 ഒന്നുമല്ല, എൻ്റെ 250 സംതിങ് ആയിരുന്നു ഇതിൻ്റെ വില എന്ന് പറയുന്നത്. ഇത് വരുന്ന ഫൈബറിലാണ്. ഫൈബർ എന്ന് പറഞ്ഞാൽ സെൻറ്റി ബ്രാൻഡിലെ മിക്ക മോഡലും ഫൈബറാണെങ്കിലും നല്ല ക്വാളിറ്റി ഫൈബറിലാണ് അവർ ചെയ്യുന്നത്. അല്ല അലുക്കുളത്ത് പ്ലാസ്റ്റിക്കിലൊന്നും അല്ല ചെയ്ത് വെച്ചിട്ടുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജഗന്നാഥൻ്റെ വണ്ടിയാണ്. ജഗന്നാഥൻ്റെ 6-ാം തമ്പുരാൻ ജഗന്നാഥൻ്റെ ബെൻസ് ക്ലാസിക്കാണ്. പക്ഷേ ബെൻസിൻ്റെ ലോഗോ ഒന്നുമല്ല കൊടുത്തിട്ടുള്ളത്. ഇത് എറണാകുളത്ത് അബ്ബാ ഷോപ്പിൽ നിന്നാണ് മേടിച്ചത് കേട്ടോ. ഇതിന് 100 സംതിങ് ഒന്നുമല്ല വില. ഇത് ഏകദേശം എനിക്ക് 350 ആയിരുന്നു തോന്നും. ആ ഒരു റേഞ്ച് മേടിച്ചാണ്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് മോഡൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ വീലൊക്കെ ഉണ്ടോ, നല്ല രസമുണ്ട്. എന്താ പറയുക, നമ്മൾ സെപ്പറേറ്റ് വീല് കേട്ടത്തില്ലേ എന്ന് പറഞ്ഞ പോലത്തെ വീലാണ്. ഒരു കുറച്ചുകൂടെ വൈഡായിട്ട് നിൽക്കുന്ന പോലത്തെ വീലൊക്കെ കൊടുത്തിട്ടുള്ളത്. നല്ല രസമുണ്ട് കാണാൻ. നെക്സ്റ്റ് വരുന്നത് ഷെവർലൈറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു, ഒരു പിക്കപ്പ് ട്രക്ക്. ഇത് ഞാൻ ആ പോർഷയുടെ കൂടെ മേടിച്ചതാണ്. കണ്ടപ്പോൾ ഒരു നല്ല രസം തോന്നി മേടിച്ചത്. ഇതിൻ്റെ ഡോറൊക്കെ ഓപ്പൺ ചെയ്യാൻ ഭയങ്കര പാടാണ് കേട്ടോ. പിടിച്ച് നമുക്ക് കൈക്ക് വേദന എടുക്കും, അത്രയും പാടാണ്. ഇൻറ്റീരിയറൊക്കെ ഇച്ചിരി കോമഡി കേട്ടോ. സ്റ്റിയറിംഗ് ഒക്കെ ഇരിക്കുന്നുണ്ടോ, അപ്പം പരത്തി വെച്ചേക്കുന്ന പോലെ. ഇങ്ങനെ കാണുമ്പോൾ നല്ല ക്യൂട്ട് ലുക്കാണ്. ഈ പഴയ ഇംഗ്ലീഷ് പടത്തിലൊക്കെ ചില വില്ലന്മാരൊക്കെ വരുന്നത്, അല്ലെങ്കിൽ സൈക്കോ കില്ലറൊക്കെ വരുന്നത് ഇങ്ങനത്തെ ഒരു വണ്ടിയിലായിരിക്കും. അങ്ങനത്തെ ഒരു വണ്ടിയാണ് ഈ ഒരു വണ്ടി. പിന്നെ വീണ്ടും നമ്മുടെ സെൻറ്റിയുടെ തന്നെ എക്സ്പ്ലോറർ എന്ന് പറയുന്ന ജിപ്സി. ഇത് ഒരു രക്ഷയില്ലാത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ ഞാൻ സെറ്റ് ചെയ്തായിരുന്നു. നിങ്ങളതിന് ഭയങ്കര ഹ്യൂജ് റെസ്പോൺസാണ് തന്നത് കേട്ടോ. അത് വളരെയധികം നന്ദിയുണ്ട് എല്ലാവർക്കും. ആൻഡ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ ഒരു വീഡിയോ അത്രയും റീച്ച് ആവുമെന്നുള്ളത്. സോ ഇവിടുത്തെ ഇതുണ്ടോ, ഇതിൻ്റെ വിഞ്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതും സെൻറ്റിയുടെ തന്നെയാണ്. പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്, നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്. ആൻഡ് ഇവിടെ ഒരു എക്സ്ട്രാ വീലൊക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പിനിയായിട്ട്. ആൻഡ് ഇതാണ് നെക്സ്റ്റ് ഒരു മോഡൽ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഈ ഇടയ്ക്ക് മേടിച്ച ഒരു മോഡലാണ് ജീപ്പിൻ്റെ ഈ ഒരു റാംഗ്ലറാണോ റോബിക്കോണാണോ ഏതോ ഒരു സാധനം. ഇതിൻ്റെ ഡോറും കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ ടെയിൽഗേറ്റൊക്കെ ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ വില വരുന്നത് 290 ആണ്. സോ ഇതിൻ്റെ ഞാൻ ഒരു ഷോർട്ട്സ് ഇട്ടായിരുന്നു. ഓൺലൈനിൽ ഇത് കിടക്കുന്നത് 450 രൂപയൊക്കെ സംതിങ് ആണെന്ന് പറഞ്ഞപ്പോൾ ആരും ഇത് മേടിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൺലൈനിൽ നിന്ന് ആരും ചീറ്റ് ചെയ്യപ്പെടരുത്. നിങ്ങൾ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ വണ്ടിയൊക്കെ ആ ഒരു പ്രൈസിൽ കിട്ടും കേട്ടോ. 290ക്ക് താഴെയും കിട്ടും. എനിക്ക് 290ക്കാണ് കിട്ടിയത്. അപ്പോൾ ഓൺലൈനിൽ പോയിട്ട് ഈ വണ്ടിയൊക്കെ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ കണ്ടാൽ അതിമനോഹരമായിരിക്കും. നിങ്ങൾ കയറി ഓർഡർ ചെയ്യുക, 450 ഓർഡർ ചെയ്യുക, വീട്ടിൽ വരുമ്പോൾ ഈ ഒരു സാധനമായിരിക്കും. അപ്പോൾ ഇത് 450-നുള്ളതൊന്നുമില്ല. ദയവ് ചെയ്ത് നിങ്ങളാരും അത്ര പ്രാന്ത് കയറി അങ്ങനെയൊന്നും ഓർഡർ ചെയ്യാതിരിക്കുക. പിന്നെ എൻ്റെ ഇരിക്കുന്ന 3 ഡിഫൻഡറിൻ്റെ മോഡൽസ് ആട്ടോ. ഇത് വരുന്നത് 170 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. വലിയ കുഴപ്പമില്ലാത്തതാണ്. ഇത് ഈ ഡോറിലൊന്നും വലിയ ഡീറ്റെയിൽ കാര്യങ്ങളൊന്നുമില്ല.
ഇൻറ്റീരിയർ എന്താ അത്യാവശ്യം കുറച്ച് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തന്നെ വേറൊരു കളർ ഷെയ്ഡാണ് ഈ ഇരിക്കുന്ന ഓറഞ്ചും ബ്ലാക്കും എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇതൊന്നും ഓപ്പൺ ആകത്തില്ല കേട്ടോ. ഇതിൻ്റെ ഈ 2 ഡോറേ ഓപ്പൺ ആകത്തുള്ളൂ. സെയിം തന്നെ കളർ വേറെ ചേഞ്ച് ആകുന്നുള്ളൂ. അതാദ്യം മേടിച്ചു. ഇത് ഞാൻ പിന്നീട് ആ കടയിൽ പോയപ്പോഴത്തേക്കിനും പിന്നീട് കണ്ട് മേടിച്ചതാണ്. ഈ ഒരു കളർ ഷെയ്ഡ് കണ്ടുകൊണ്ട് മേടിച്ചതാണ്. രണ്ടും സെയിം തന്നെ, ഒരു മാറ്റവും ഇല്ല. പിന്നെയാണ് നമ്മുടെ ഈ CC എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ എന്താ പറയുന്നത് ഡിഫൻഡർ വരുന്നത്. ഇതിന് നല്ല ഇതുണ്ടോ, ഫുഡൊക്കെ തുറക്കാം. ഇത് ആക്ച്വലി മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന മോഡലാണ് കേട്ടോ. ഇതൊക്കെ എക്സ്ട്രാ വരുന്ന ആക്സറീസ്. ഇത് നമുക്ക് ഇങ്ങനെ ഊരി മാറ്റുമൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ഇതുണ്ട്, ഇതൊക്കെ ഓപ്പൺ ചെയ്യാം. പിന്നെ ഇവിടെ കുറേ കിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ടയറൊക്കെ ഓഫ് റോഡ് ടയറാണ്, ഇതിൻ്റെ സ്റ്റോക്ക് ടയർ വേറെയാണ്. സോ ഇതിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഈ ഇരിക്കുന്നതൊക്കെ 170 ആണെങ്കിൽ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1699 രൂപ, അത് 1700 രൂപയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. ഇത് ഒഫീഷ്യൽ ലൈസൻസ് പ്രൊഡക്റ്റാണ്. സോ ഇതൊക്കെ നമുക്ക് ഊരി മാറ്റാം. ഇവിടെ ഇരിക്കുന്ന മിക്ക അക്സറീസും നമുക്ക് ഊരി മാറ്റിയിട്ട് വേറെ നമുക്ക് കയറ്റാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ അക്സറീസും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചാനലിട്ടുണ്ട്, കാണാത്ത കണ്ടു നോക്കുക. അപ്പോൾ ഇത്രയാണ് എൻ്റെ 1/43 സ്കെയിലിൽ വരുന്ന മോഡൽസ്. അതിലായിരിക്കുന്ന റൂബിക്കോണോ റാംഗ്ലറോ എന്ത് തേങ്ങയാണോ ആ ഇരിക്കുന്ന ഒരു മോഡൽ മാത്രം 1/43 ആണോ അതോ 35 ആണോ 38 ആണോ ഒരു പിടിയില്ല. ബാക്കിയൊക്കെ എല്ലാം 43 സ്കെയിലിൽ വരുന്ന മോഡൽസാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കാർ കളക്ഷനിലെ 43 സ്കെയിലിൽ വരുന്നതിൻ്റെ എല്ലാ മോഡൽസും. പിന്നെ വിളിക്കുന്നത് എൻ്റെ ഫെറാറിയുടെ മോഡൽസാണ്. അപ്പോൾ അതിൻ്റെ ഉടനെ നമ്മൾ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.